വനിതാ സംവരണ ബില്ലിനെതിരായ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടിനെതിരെ വടകരയിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മഹിളാ മോർച്ച കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്തെ സ്ത്രീ സമൂഹത്തിന് അധികാരം കിട്ടാനുള്ള നീക്കത്തെ ചെറുത്ത ഇന്ത്യ മുന്നണി സ്ത്രീവിരുദ്ധ മുന്നണിയാണെന്ന് തെളിഞ്ഞു. വനിതാ ബില്ലുമായി ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണം നടത്താനും ബില്ല് പരാജയപ്പെടുത്തിയ ഇടത് കോൺഗ്രസ് നിലപാടുകൾക്കെതിരെ ഏപ്രിൽ 25-ന് പ്രതിഷേധ പരിപാടി വടകര വെച്ച് നടത്താനും തീരുമാനിച്ചു. പാർലമെന്റിൽ അവതരിപ്പിച്ച വനിതാ ബില്ല് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലായിരുന്നു. 33% സംവരണം സ്ത്രീകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ബില്ല്. ഈ ബില്ലിനെ പരാജയപ്പെടുത്തുക എന്നത് കോൺഗ്രസ് നേതൃത്വം നൽകിയ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ടാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടി നമ്മൾ രാജ്യവ്യാപകമായി നടത്തുന്നുണ്ട്. നമ്മൾ വടകരയും അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം നടത്തുന്നുണ്ട്. ഇപ്പോൾ 25-ാം തീയതി ഈ വരുന്ന 25-ാം തീയതി വടകര വെച്ചിട്ട് നമ്മൾ ആ പ്രതിഷേധ പരിപാടി പ്ലാൻ ചെയ്യാണ്. നമ്മളെ പ്രദേശത്തുള്ള മുഴുവൻ മഹിളകളെയും, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും നമ്മൾ നേരിൽ കാണും, സംസാരിക്കും. കാരണം വനിതകൾക്ക് കിട്ടേണ്ട കുറേ അവകാശങ്ങളാണ് ഈ ബില്ലിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഇപ്പോൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഓരോ വനിതകളോടും നമ്മൾ ഓരോരുത്തരായിട്ട് തന്നെ സംസാരിക്കും. എന്നിട്ട് ഈ പ്രതിഷേധ പരിപാടികളിലേക്ക് എല്ലാ വനിതകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രതിഷേധം എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ഇനിയും ഒരുപാട് പേരെ കാണാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ പാർട്ടിയിലുള്ള ആൾക്കാർ എന്നുള്ളതല്ല, അതിന് പുറമെ നമ്മളെ പ്രധാനപ്പെട്ട പല വനിതകളെയും നമുക്ക് കാണാനുണ്ട്. അവരോടൊക്കെ കൂടെയും നമ്മൾ കാണണം, സംസാരിക്കണം. എന്നിട്ട് ഏത് തരത്തിൽ ഈ പ്രതിഷേധത്തെ കൊണ്ടുവരണം എന്നുള്ളത് നമ്മളൊന്നും കൂടെ ആലോചിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. വാർത്താ സമ്മേളനത്തിൽ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ദീപ കെ, മഹിളാ മോർച്ച ജനറൽ സെക്രട്ടറി ബിന്ദു പതേരി, മഹിളാ മോർച്ച ജനറൽ സെക്രട്ടറി നിഷ മിനീഷ്, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ശോഭ സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു.